ഹലോ, ഞാൻ ഇന്റേൺഷിപ്പ് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ ഇന്റേൺസ് എല്ലാവരും മേലെ എന്തോ ഡിസ്കഷനിലാണ്. ആ സമയത്ത് താഴെ നിന്നിട്ടും ഒരു ഭയങ്കര ബഹളം കേട്ടു. ഭ്രാന്താശുപത്രിയാണ്, അത്തരത്തിലുള്ള ബഹളങ്ങളൊന്നും അത്ര അൺയൂഷ്വൽ അല്ല. സോ നമ്മൾ അതിൽ അത്രമാത്രം എന്താണെന്നുള്ളതിനെ പറ്റി ഒന്നും ചിന്തിക്കാൻ നിന്നിട്ടുണ്ടായിരുന്നില്ല. പിറ്റേ ദിവസമായ സമയത്ത് താഴെ നമ്മൾ കേസ് എടുക്കാൻ വേണ്ടി പോയപ്പോൾ അവിടെ പുതിയൊരാളെ കണ്ടു. സ്വാഭാവികമായിട്ടും ആളുമായി ബന്ധപ്പെട്ട് എന്തോ തന്നെയാണ് തലേ ദിവസത്തെ ബഹളം എന്നുള്ളത് നമ്മൾ ഊഹിക്കുകയും ചെയ്തു. ആൾ കുറച്ച് ഗ്ലൂമി ആയിട്ടിരിക്കുകയായിരുന്നു. ആൾക്ക് സെഡേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ എഫക്റ്റിൽ അങ്ങനെ ഇരിക്കുന്നതാണ്. അപ്പം നമ്മൾ അയാളുടെ അടുത്ത് എത്ര അപ്രോച്ച് ചെയ്യാൻ വേണ്ടി പോയിരുന്നില്ല, കേസ് എടുക്കാൻ വേണ്ടി പോയില്ല. പിറ്റേ ദിവസമായ സമയത്ത് ആൾ ഭയങ്കര ആക്റ്റീവായിട്ടിരിക്കുകയായിരുന്നു. അവർ ഷട്ടിലൊക്കെ കളിച്ച് നല്ല എല്ലാവരുടെ അടുത്തും പെട്ടെന്ന് മിങ്കിളായി നല്ല ആക്റ്റീവായിട്ടിരിക്കുകയാണ് ആൾ. ഷട്ടിൽ കളിയൊക്കെ കഴിഞ്ഞ് അവിടെ വന്നിരുന്ന സമയത്ത് ഞാൻ പതുക്കെ കേസ് എടുക്കാൻ വേണ്ടിയിട്ട് ആളെ അപ്രോച്ച് ചെയ്തു. ആ സമയത്ത് ആള് നല്ല എഡ്യൂക്കേറ്റഡ് ആണ്, ടീച്ചറാണ്, കന്നഡക്കാരിയാണ്, നല്ല രീതിയിൽ ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയുന്ന ലേഡിയാണ്. സോ നമ്മൾ ഇംഗ്ലീഷിലാണ് കൂടുതൽ കാര്യം കംപ്ലീറ്റ് അവരുടെ അടുത്ത് സംസാരിക്കുന്നത് ഇംഗ്ലീഷിലായിരുന്നു. അവർ നല്ല രീതിയിൽ തന്നെ നമ്മളെ അടുത്ത് എല്ലാ കാര്യം നമ്മൾ ചോദിക്കുന്നതിനും ഭയങ്കര കോപ്പറേറ്റീവ് ആയിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ പറഞ്ഞിരുന്നൊക്കെ ഉണ്ടായിരുന്നു. അവരെ സംബന്ധിച്ച് അവർക്ക് സാരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊന്നുമില്ല. പൊതുവെ ഭ്രാന്താശുപത്രിയിൽ അല്ലെങ്കിൽ എന്തെങ്കിലും കൺസൾട്ടേഷന് വരുന്നവർ, കൗൺസിലിങ്ങിന് വരുന്ന ഒരു കാര്യമല്ല, എന്തെങ്കിലും ഇത്തരത്തിലുള്ള രീതിയിൽ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നവർ, കുറച്ചുകൂടി സൈക്യാട്രി ലെവലിലേക്ക് ട്രീറ്റ്മെൻറ്റ് പോകുന്നവരെ സംബന്ധിച്ച് അവർക്ക് പ്രത്യേകിച്ച് സാരമായ പ്രശ്നങ്ങളുള്ളതായിട്ട് അവർ മനസ്സിലാക്കണം എന്നില്ല. അതുപോലെ തന്നെ ഇവരെ സംബന്ധിച്ചും ഇവർ അത്തരത്തിലുള്ളൊരു പ്രോബ്ലം അവർക്ക് ഉള്ളതായിട്ടൊന്നും അവർ മനസ്സിലാക്കിയിരുന്നില്ല. ചില സമയത്ത് ഭയങ്കരമായിട്ട് സങ്കടം തോന്നാറുണ്ട്. ഷവറെല്ലാം ചെയ്യുന്ന സമയത്ത് കരയാറുണ്ട്, ഭയങ്കര ഒച്ചത്തിൽ കരയാറുണ്ട്. അപ്പോൾ ഹസ്ബൻഡെല്ലാം വന്ന് നോക്കിയിട്ട് എന്താ പ്രോബ്ലം എന്ന് ചോദിക്കാറുണ്ട്. സൂയിസൈഡിന് അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ഡീറ്റെയിൽസ് മാത്രമാണ് നമുക്ക് അവരുടെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അവിടെ വന്ന സമയത്ത്, അതായത് അവിടെ ആക്കി പോയത് അവരുടെ ഹസ്ബൻഡും 2 മക്കളുമാണെന്ന് പറഞ്ഞു. അപ്പോൾ അവരെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഒരു പ്രശ്നവും ഇല്ലാത്ത സാഹചര്യത്തിൽ അവർ ജസ്റ്റ് നാട്ടിലേക്ക് വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ന സ്ഥലത്തേക്ക് വരികയാണെന്നും അവിടെ നമുക്ക് ഇങ്ങനെ ചില സമയത്തൊക്കെ ചില സങ്കടം പോലെ തോന്നാറുണ്ടല്ലോ, അതിന് നമുക്ക് സൈക്കോതെറാപ്പി പോലത്തെ എന്തെങ്കിലും ഒരു സപ്പോർട്ടീവ് ട്രീറ്റ്മെൻറ്റ്, എന്തെങ്കിലും കൗൺസിലിംഗ് പോലത്തെ എന്തെങ്കിലും ചെയ്യാമെന്നും അത് ചെയ്തിട്ട് നമുക്ക് വീട്ടിലേക്ക് പോകാം എന്നുള്ള രീതിയിലാണ് ഹസ്ബൻഡ് കൊണ്ടുവരുന്നത്. ആൾ നല്ല ഹാപ്പി ആയിട്ട് കിഡ്സിൻ്റെ എല്ലാം കൂടെ നല്ല ഹാപ്പി ആയിട്ട് ജോളി ആയിട്ട്, അവിടെ ഒരു ചർച്ചുണ്ട് ആ ഏരിയയിൽ, ആ ചർച്ചെല്ലാം വിസിറ്റ് ചെയ്ത് നല്ല ഹാപ്പി ആയിട്ടാണ് ഹോസ്പിറ്റലിൽ വരുന്നത്. ഹോസ്പിറ്റലിൽ വന്ന് കുറച്ച് കഴിയുന്ന സമയത്ത് ഇവർ കൺസൾട്ട് ചെയ്ത് ഒറ്റയ്ക്ക് കൺസൾട്ടേഷന് കയറി തിരിച്ചു വരുന്ന സമയത്ത് ആരെയും കാണാനുണ്ടായിരുന്നില്ല. കാരണം ഇവർ സ്വന്തമായിട്ട് അവിടെ അഡ്മിറ്റ് ആവും ഇല്ലെങ്കിൽ ആവില്ല എന്ന് ഫാമിലിക്ക് അറിയുന്നത് കൊണ്ടായിരിക്കാം ഫാമിലി അവരോട് പറയാതെയാണ് അവിടെ ഒന്നും പോകുന്നത്, ഹസ്ബൻഡും 2 മക്കളും. അപ്പോൾ ഇവരെ സംബന്ധിച്ച് അത് ഭയങ്കര വിഷമമായിട്ട് അവർക്ക് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അതായത് എൻ്റെ മക്കൾ അങ്ങനെ ഞാനില്ലാതെ അങ്ങനെ നിൽക്കുന്നുണ്ടാവില്ല, ഹസ്ബൻഡ് നിർബന്ധിപ്പിച്ച് കൊണ്ടുപോയതായിരിക്കും, എനിക്ക് ഭയങ്കര സങ്കടമുണ്ട് മക്കളെ കുറിച്ച് ആലോചിക്കുമ്പോൾ. എന്തായാലും സിസ്റ്റർ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ അവർ വരുന്നു പറഞ്ഞിട്ടുണ്ട്, ഒരു 2 ദിവസമല്ലേ, അത് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് നിന്നോളാം എന്നുള്ള രീതിയിലാണ് അവർ സംസാരിച്ചത്. ഒരു പിറ്റേ ദിവസമായി ആരും വന്നിട്ടുണ്ടായിരുന്നില്ല. അവിടുന്ന് വീണ്ടും ദിവസം കഴിഞ്ഞു, വന്നിട്ടുണ്ടായിരുന്നില്ല. ഒരാഴ്ച കഴിഞ്ഞു, 2 ആഴ്ച കഴിഞ്ഞു, ആരും വന്നിട്ടുണ്ടായിരുന്നില്ല. സ്വാഭാവികമായിട്ടും അവരുടെ ട്രീറ്റ്മെൻറ്റ് പ്ലാൻ ആ രീതിയിലായിരിക്കും. അപ്പം ആരും സ്വാഭാവികമായിട്ടും പിക്ക് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നില്ല. ഇവർ കുറച്ച് ദൂരെയുള്ള ആളുകളായതുകൊണ്ട് തന്നെ വിസിറ്റിംഗ് ടൈമിലും ആരും വിസിറ്റ് ചെയ്യാൻ ആൾ വരാറുണ്ടായിരുന്നില്ല. ഇവർ ഭയങ്കര ആകാംക്ഷയോടെ ഓരോ സമയത്തും മക്കൾക്കും ഹസ്ബൻഡിനൊക്കെ വിളിക്കും, ഇന്ന് വരും നാളെ വരും എന്ന് പറയും. ഓരോ ദിവസം ഇവർ പാക്കൊക്കെ ചെയ്ത് നമ്മളെന്തെങ്കിലും സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ഇന്ന് പിക്ക് ചെയ്യാൻ വരും എന്നൊക്കെ ഭയങ്കര സന്തോഷത്തിലൊക്കെ പറയുന്ന സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അവർ വരില്ല. പിറ്റേ ദിവസം അവർ ഭയങ്കര വിഷമത്തിലിരിക്കുന്നതായിട്ടൊക്കെ നമുക്ക് കാണാം. അപ്പം ആൾക്കുണ്ടായിരുന്ന പ്രോബ്ലം എന്ന് പറയുന്നത്, ആൾ ഡയഗ്നോസ് ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈപോളർ ഡിസോർഡർ എന്നാണ്. ബൈപോളർ ഡിസോർഡർ എന്ന് പറയുമ്പം അതിൽ 2 പോൾസിലായിരിക്കും അവരുടെ ഇമോഷൻസ് ഉണ്ടാവുക. അതായത് അവർക്ക് മാനിക് എപ്പിസോഡ്സും ഡിപ്രസീവ് എപ്പിസോഡ്സും ഉണ്ടാവും. അതായത് ചില സമയത്ത് അവർ എക്സ്ട്രീം ഹാപ്പി ആയിരിക്കും, ചില സമയത്ത് എക്സ്ട്രീം സാഡ് ആയിരിക്കും. അപ്പം അത്തരത്തിലുള്ള 2 സിറ്റുവേഷൻസും 2 എപ്പിസോഡ്സും അവർ കാണിക്കും. ചില എപ്പിസോഡ്സ് ദിവസങ്ങൾ മുതൽ ഒരുപാട് ആഴ്ചകളും മാസങ്ങളും വരെ നീണ്ടുപോകും. അതായത് ഭയങ്കര ഹാപ്പി ആയിക്കൊണ്ടിരിക്കുന്നത് ഒരു ദിവസം 2 ദിവസം എന്നുള്ളതിന് പകരം ചിലപ്പോൾ ഒരാഴ്ച 2 ആഴ്ച 3 ആഴ്ച അങ്ങനെ പോകും. അതുപോലെ തന്നെ ഭയങ്കര ഡിപ്രസീവ് എപ്പിസോഡ്സ് ഒരു ദിവസം 2 ദിവസം മാത്രമാവില്ല, ചിലപ്പം അതൊരാഴ്ച 2 ആഴ്ച 3 ആഴ്ച ഒരു മാസം ആ രീതിയിലൊക്കെ പോകും. അങ്ങനെ ഇത് ക്രോണിക് ആയിട്ട് അഥവാ പതുക്കെ കുറേ സമയം വെച്ചിട്ട് ഇങ്ങനെ ഗ്രാജുവലി ഉണ്ടായി വരുന്ന ഒരു അസുഖമാണ്. നമ്മൾ മൂഡ് സ്വിങ്സ് ആയിട്ട് ചില സമയത്ത് ചില ആളുകൾ തെറ്റിദ്ധരിക്കപ്പെടാറുണ്ട്. അതായത് മൂഡ് സ്വിങ്സ് നമുക്കറിയാം, ഒരു കാരണം ലൈക്ക് എന്തെങ്കിലും ഒരു കാരണം അതിലുണ്ടാവും. ചില ആളുകൾ പറയാറുണ്ട് പീരിയഡ്സ് എല്ലാം വരുന്ന സമയത്ത് മൂഡ് സ്വിങ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും ഹസ്ബൻഡിനായിട്ട് ഇറിറ്റേറ്റഡ് ആകുമ്പം ചിലപ്പം മൂഡ് സ്വിങ്സ്, എന്തെങ്കിലും ഒരു നമ്മൾ അറിഞ്ഞോ അറിയാതെയുള്ള ഒരു ഫാക്ടർ അതിന് കാരണമായിട്ട് വരാറുണ്ട്. പക്ഷെ ബൈപോളർ ഡിസോർഡറിൽ അവർക്ക് ഇത്തരത്തിലുള്ള മൂഡ് സ്വിങ്സ് വരുന്നത്, അതായത് ഓരോ എപ്പിസോഡ്സും മാറി വരുന്നതിന് പ്രത്യേകിച്ച്
കോഴ്സ് ഒന്നും പറയാനുണ്ടാവില്ല. ഔട്ട് ഓഫ് നോവർ ആയിരിക്കും അവരുടെ ഇമോഷൻ ചേഞ്ച് ആവുന്നത്. ഇതിന് ഈ ഒരു ബൈപ്പോളർ ഡിസോർഡറിനുള്ള റീസൺസ് ആണെങ്കിലും പ്രത്യേകിച്ച് ഇന്നതാണ് അത് വരാനുള്ള റീസൺ എന്ന് പറയാൻ തക്ക രീതിയിലൊന്നും തന്നെ ഇല്ല. ഇതിൽ ഹെറിഡേറ്ററി അഥവാ നമ്മുടെ ലൈക്ക് ഫാമിലിയിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഇത്തരത്തിലൊരു അസുഖം വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ അവർക്ക് ബ്രെയിനിൻ്റെ സ്ട്രക്ചറിനും ഒക്കെ അനുസരിച്ചൊക്കെ ഈ ഒരു അസുഖം വരാനുള്ള സാധ്യതയുണ്ട്. ഇന്നതാണ് റീസൺ എന്നൊന്നും നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഓക്കെ, ഇതിനുള്ള ട്രീറ്റ്മെൻറ്റ് മെഡിക്കേഷൻസും അതുപോലെ തന്നെ സൈക്കോതെറാപ്പി തന്നെയാണ് ഇതിനുള്ള ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. നമ്മൾ ഒരിക്കലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കേട്ടിട്ട് ഓക്കെ നമുക്ക് ബൈപ്പോളർ ഡിസോർഡർ ആണ് അല്ലെങ്കിൽ എൻ്റെ ഫാമിലിയിൽ ഇന്ന ആൾക്ക് ബൈപ്പോളർ ഡിസോർഡർ എന്ന് ഡയഗ്നോസ് ചെയ്യാൻ പാടില്ല. സ്പെഷ്യലിസ്റ്റുകളുടെ അടുത്ത് പോയിട്ട് തന്നെ അവർ ഡയഗ്നോസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ആ രീതിയിൽ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അല്ലാതെ നമ്മൾ ഇത്തരത്തിൽ പറയുന്ന സിംറ്റംസ് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഒരിക്കലും ഈ ഒരു ബൈപ്പോളർ ഡിസോർഡർ നമുക്കുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് ലാബ് ടെസ്റ്റോ കാര്യങ്ങളോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അല്ലാത്ത രീതിയിലുള്ള സൈക്കാട്രിക് അല്ലെങ്കിൽ സൈക്കോളജിക്കൽ അസസ്മെൻറ്റ്സ് ആണ് നമ്മളിതിനെ യൂസ് ചെയ്യാറുള്ളത്. സോ നമ്മൾക്ക് ഇത്തരത്തിലുള്ള എന്തെങ്കിലും സിംറ്റംസ് കാണുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ എന്തെങ്കിലും സിംറ്റംസ് കാണുകയാണെന്നുണ്ടെങ്കിൽ പ്രൊഫഷണൽസിൻ്റെ അടുത്ത് പോയിട്ട് അസസ്മെൻറ്റ് നേടണം. എന്താണ് പ്രോബ്ലം എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അതിനുള്ള ട്രീറ്റ്മെൻറ്റ് നേടണം. ഓക്കെ, താങ്ക് യു.